ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരിവേട്ട. ഇന്ത്യൻ നാവികസേന 2500 കിലോ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംശയാസ്പദമായ ബോട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, 2500 കിലോ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഓപ്പറേഷനിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. സുരക്ഷയുടെ ഭാഗമായി നിരീക്ഷണ പറക്കൽ നടത്തിയിട്ടുള്ള സൈനിക വിമാനം ചില ബോട്ടുകളെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ വിവരങ്ങൾ ഒക്കെ തന്നെയും മുംബൈയിലെ കോസ്റ്റ് ഗാർഡുമായി വിവരങ്ങൾ കൈമാറുകയും ഇത്തരത്തിൽ ഈ കരസേനയുടെയും അതോടൊപ്പം സുരക്ഷാ സേനയുടെയും ഒക്കെ തന്നെയും നിരീക്ഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു ലഹരി വേട്ട നടന്നിട്ടുള്ളത്. എന്തായാലും ഈ സംശയാസ്പദമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഈ ബോട്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. ഇതിൽ ഈ ബോട്ടിന്റെ വിവിധ അറകളിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന പുറത്തുവിടുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ 2500 കിലോയോളം ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ 2386 കിലോ ഹാഷിഷും അതോടൊപ്പം 121 കിലോ ഹെറോയിനും ഉൾപ്പെടുന്ന വസ്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ബോട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെയും നാവികസേന പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടില്ല. ഇതിൽ ഇന്ത്യൻ പൗരന്മാരാണോ അല്ലെങ്കിൽ വിദേശികളാണോ എന്നുള്ളതൊക്കെ തന്നെയും നാവികസേനയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതികളെ മുംബൈയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടന്നു വരികയാണ്. എന്തായാലും ഈ 6 മാസത്തിനിടയിൽ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ രീതിയിൽ നടക്കുന്ന ലഹരി വേട്ടയാണ് ഇതെന്നാണ് ഇപ്പോൾ നാവികസേന വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും വലിയൊരു ലഹരി വേട്ട തന്നെയാണ് നടന്നത്. 2500 കിലോ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര പേരായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയിട്ടുള്ള ബോട്ടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതികൾ എത്ര പേരുണ്ട് എന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തുവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഇന്ത്യൻ പൗരന്മാരാണോ അതൊപ്പം വിദേശികളാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും വ്യക്തത വരുത്താറുണ്ട്. പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ തന്നെയും ഈ ഇത്തരത്തിൽ കടൽ മാർഗമൊക്കെ തന്നെയും ഇന്ത്യയിലെ വിവിധ മേഖലകളിലേക്കും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ നേരത്തെയും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഇത്തരത്തിൽ വലിയ രീതിയിൽ 2500 കിലോയോളം വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.